നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം സപ്ലൈകോ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നെൽക്കതിരും പ്ലക്കാർഡുമേന്തി നിരവധി കർഷകരാണ് അണിചേർന്നത്. നെല്ലിൻ്റെ യഥാർത്ഥ വില കിലോയ്ക്ക് 31 രൂപ 35 പൈസ കർഷകർക്ക് നൽകുക, ഉഷ്ണതരംഗത്തിൽ വിളനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, കൊയ്തിട്ടിരിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കുക, നെല്ല് സംഭരണത്തിൽ അലംഭാവം കാണിക്കുന്ന മില്ലുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രതിഷേധ പ്രകടനം സമിതി രക്ഷാധികാരി വിജയലാലി ഉദ്ഘാടനം ചെയ്തു. സമിതി രക്ഷാധികാരികളായ ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദ്, സാം ഈപ്പൻ, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനത്തിന് ശേഷം സപ്ലൈകോ ഓഫീസ് കവാടത്തിൽ ചേർന്ന ധർണാ യോഗത്തിൽ നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് കാഞ്ഞിരം അധ്യക്ഷയായിരുന്നു. നികുതി പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന മന്ത്രിമാർക്കും MLA-മാർക്കും പൊതുജനത്തോട് യാതൊരു ഉത്തരവാദിത്വവും, പ്രത്യേകിച്ച് നെൽ കർഷകരോട്, അന്നം മുട്ടുന്ന കർഷകരോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അതുപോലെ തന്നെ ഇത്രയും സുതാര്യമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ വേറെ കാണില്ല. കാരണം വിതയ്ക്കുന്ന സമയം തൊട്ട് എന്ന് കൊയ്യുന്നു എന്നുള്ളവരെ കണക്കുകൾ കൃത്യമായി കൃഷിഭവനുകളിലും സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ കൈകളിലും ലഭ്യമാണ്. സമിതി ഭാരവാഹികളായ ലാലിച്ചൻ പള്ളിവാതുക്കൽ, വേലായുധൻ നായർ, KB മോഹനൻ, ജോഷി നെടുമുടി തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ പഞ്ചായത്തിലെ മിത്രക്കിരി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണെന്ന് പരാതി ഉയരുന്നു. എടത്വ മാമ്പഴക്കിരി കനാലിൽ പോള തിങ്ങി നിറഞ്ഞ് ജലം മലിനമായതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളമില്ലാത്ത ദുരവസ്ഥയാണ് പ്രദേശവാസികൾ നേരിടുന്നത്. പലവിധ കാരണങ്ങളാൽ കുട്ടനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. തണ്ണീർമുക്കം ബണ്ട് തുറന്നതിനാൽ ഉപ്പുവെള്ളം കയറി ആറ്റിലെയും തോട്ടിലെയും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. മിക്ക തോടുകളിലും പോള തിങ്ങി നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇതെല്ലാം അഴുകി തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. പാടശേഖരത്തിലെ കച്ചിക്കുറ്റിയെല്ലാം അഴുകി ആ വെള്ളം തോട്ടിലേക്ക് ഒഴുകുന്നതിനാൽ ജലം മലിനമാകുന്ന സ്ഥിതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ വെള്ളം കിട്ടാത്ത സാഹചര്യം. പഞ്ചായത്ത് അധികൃതർ നേതൃത്വം കൊടുത്ത് ടാങ്കറിൽ കൃത്യമായി വെള്ളം എത്തിച്ചു കൊടുക്കാത്ത സ്ഥിതി. കുടിവെള്ളത്തിനായി എന്തു ചെയ്യണമെന്നാണ് കുട്ടനാട്ടുകാർ ചോദിക്കുന്നത്. അതേസമയം പല കാരണങ്ങൾ കൊണ്ടും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്ന ചില പ്രദേശങ്ങളുമുണ്ട്. അതിലൊന്നാണ് മുട്ടാർ പഞ്ചായത്തിലെ മിത്രക്കരി മേഖലയെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുറച്ച് കാലങ്ങളായിട്ട് ഈ പോളയം കയറി മുണ്ടനായിരിക്കുകയാണ് തോടിൻ്റെ അരിവ് മുഴുവൻ നികന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടുന്നുമില്ല. പഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ കുടിവെള്ളം ടാങ്കറിൽ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കാരണം മിത്രക്കരി അമ്പലത്തിൻ്റെ അവിടെ ഒരു ടാപ്പുണ്ട്. ആ അമ്പലത്തിൻ്റെ അവിടുത്തെ ടാപ്പിൽ വെള്ളം എത്തിച്ചാൽ മിത്രക്കരി നിവാസികളുടെ മുഖ്യമായ കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. പക്ഷേ ആ ടാപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം പോലും 3-4 മാസമായിട്ട് കിട്ടുന്നില്ല. കാരണം ജലജീവൻ പദ്ധതിയിൽ കുറച്ച് കണക്ഷൻസ് ഇവിടുന്ന് കൊടുത്തു. ആ കണക്ഷൻ കൊടുത്തോടുകൂടി കണക്ഷൻ കൊടുത്തിട്ടുള്ളവർക്കും വെള്ളം കിട്ടുന്നില്ല, നിലവിൽ ഇരുന്നവർക്കും വെള്ളം കിട്ടുന്നില്ല. ഈ തോട്ടിലെ വെള്ളം ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നത് ഈ കുടിക്കാനല്ലാതെ കണ്ട് ബാക്കി എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്ന വെള്ളമായത്. ഈ വെള്ളം ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോള വാരി കഴിഞ്ഞ ഉടനെ തന്നെ പോള വരും. ഈ പോള കിടന്ന് ഇങ്ങനെ അഴുകി ഈ വെള്ളം ഇതേ രീതിയിലാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം പഞ്ചായത്തുകാരോ വേറെ ആരും ഒരു കുടിവെള്ളം പോലും കൊണ്ട് തരുന്നുമില്ല. ഈ വെള്ളം ഇങ്ങനെ മലിനമാക്കി കിടക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരം ചൊറിഞ്ഞു പോട്ടുകയും ഞങ്ങൾക്കാണെങ്കിലും ദേഹമെല്ലാം ചൊറിഞ്ഞു പോട്ടുകയും വയറിൽ അസുഖം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുടിവെള്ള വിതരണത്തിനായി മിത്രക്കരി അമ്പലത്തിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ടാപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് വെള്ളം എത്തിയിരുന്നതാണെന്നും അതിപ്പോൾ കിട്ടാതായത് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തിയെന്നും പറയുന്നു. കുടിവെള്ളം പൈപ്പ് ലൈനിലാണ് നേരത്തെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഈ 2 മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടിയെ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയമായിട്ട് ഇപ്പോൾ അതുമില്ല, നിലച്ചിരിക്കുക. ഈ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. പൈപ്പ് ലൈൻ ഇവിടുന്ന് 150 മീറ്ററിനപ്പുറം വരെ വെള്ളം വരുന്നുണ്ട്. ആ സെയിം ലൈനിനകത്ത് ഈ മിത്രക്കരി അമ്പലം ക്ഷേത്രത്തിനടുത്ത് ഒരു ടാപ്പുണ്ട്. ആ ടാപ്പിനകത്ത് ഇപ്പം വെള്ളം വന്നിട്ട് കുറഞ്ഞു ഒരു 6 മാസത്തോളം. കനാലിലെ വെള്ളം പൂർണ്ണമായും മലിനമായതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിക്കുന്നത് മൂലം പ്രദേശത്ത് പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഞങ്ങളുടെ ഈ മിത്രക്കരി പ്രദേശത്ത് വെള്ളം നിലച്ചിട്ട് വർഷങ്ങളായി. ഈ
കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ നെല്ല് കച്ചിയെല്ലാം ചീഞ്ഞ് അഴുകി പതിരും ഉൾപ്പെടെ ചീഞ്ഞഴുകി ഈ തോട്ടിലേക്ക് ഇറങ്ങും. തോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തോട്ടിൽ പോളയാണ്. കക്കൂസിൽ ഉപയോഗിക്കാൻ പോലും കൊള്ളാത്ത ഒരവസ്ഥയിലാണ് ഇത് മിത്രക്കരി പ്രദേശത്ത് തോട്ടിൽ ചീഞ്ഞളിഞ്ഞ എല്ലാ വസ്തുക്കളും തോട്ടിലോട്ട് ഇട്ട് മാവ് വെട്ടിയാൽ അത് തോട്ടി കിടക്കും. എന്തെങ്കിലും ചത്ത് അതിനെ എടുത്ത് തോട്ടിലിടും. ആ ഒരവസ്ഥയാണ് മിത്രക്കരി ഈ പ്രദേശത്തുള്ളത്. കുടിക്കാൻ പൈപ്പിൽ വെള്ളമില്ല. മിത്രക്കരിക്കാർക്ക് മാത്രം വെള്ളമില്ല. അത് 1-ാം വാർഡ് തൊട്ട് 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്, 13-ാം വാർഡ്, 12 വാർഡ്, ഇങ്ങനെ ഇത്രയും വാർഡുകളിലാണ് വെള്ളമില്ലാത്തത്. അതായത് മിത്രക്കരി പ്രദേശം എന്ന് പറയാം. മിത്രക്കരി പ്രദേശം ആണ് മെയിനായിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥയുള്ളത്. ഈ ദുരവസ്ഥ മനസ്സിലാക്കി പഞ്ചായത്ത് അധികൃതർ ശുദ്ധജലം കൃത്യമായി ടാങ്കറിൽ എത്തിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും മിത്രക്കരി നിവാസികൾക്ക് പരാതിയുണ്ട്. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം 1-2 വർഷത്തിനകം പൂർണ്ണമായും പരിഹരിക്കും എന്ന അധികാരികളുടെ വാഗ്ദാനം ഇവിടെയുള്ളവർ കേട്ടു തുടങ്ങിയിട്ട് 20 വർഷങ്ങളെങ്കിലും കഴിഞ്ഞിരിക്കും. അതിപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. കൊതുകുജന്യ ജലജന്യ രോഗങ്ങൾ തടയാൻ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഹോട്ട്സ്പോട്ടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിൻ്റെയും അനുബന്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ അലക്സ് വർഗീസ്. ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ രോഗപ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഊർജിതമായി നടത്തിവരുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുന്നേ ഒരുങ്ങാം മഴക്കാല രോഗങ്ങളെ മാറ്റി നിർത്താം എന്ന മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിൻ പോസ്റ്റർ ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോണിന് നൽകി പ്രകാശനം ചെയ്തു. ഡെങ്കി പ്രതിരോധ പ്രതിജ്ഞ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വിനോദ് കുമാർ ചൊല്ലിക്കൊടുത്തു. ഡെങ്കി പ്രതിരോധ ബോധവൽക്കരണ പ്രദർശനം, ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിനികളുടെ ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവയും നടത്തി. ഡെങ്കി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഉറവിട നശീകരണം അടക്കമുള്ള ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ ജില്ലാ ആരോഗ്യ വിഭാഗം വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഡെങ്കി പ്രതിരോധം കുട്ടികളുടെ കുടുംബങ്ങളിലേക്ക് എന്ന ആശയത്തിൽ കുട്ടിക്കൂട്ടം ക്യാമ്പയിൻ, ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ എന്നിവ നടത്തും. ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്ത് മോഹൻ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ SN ജീന, ജില്ലാ TB ഓഫീസർ ഡോക്ടർ MM ഷാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണം ത്വരിതഗതിയിലാക്കുവാൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. KSRTC CMD പ്രമോദ് ശങ്കർ IOFSും സ്ഥലത്ത് എത്തിയിരുന്നു. ബസ് സ്റ്റാൻഡ് നിർമ്മാണം സംബന്ധിച്ച് ഫയലിൻ്റെ അവസാന മിനുക്ക് പണിയിലേക്കാണ്. അപ്പം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അപ്പോൾ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി KSRTCയുടെ CMDയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരെല്ലാം ഇന്ന് വന്നതാണ്. അവർ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തു. ഈ പണി നമുക്ക് ഉടനെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ടെൻഡർ നടപടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. TS ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നിവർ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നത്. സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ ഇപ്പം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ TSലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ TSും അതിനുശേഷം ടെൻഡർ നടപടി ഉണ്ടാകും. നമുക്ക് 1-2 മാസത്തിനകം ഇതിൻ്റെ വർക്ക് ആരംഭിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണാനുമതി കിട്ടിയ പ്രവൃത്തിയിലെ എസ്റ്റിമേറ്റ് ന്യൂനതകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് സാങ്കേതിക അനുമതി ലഭ്യമാക്കുവാൻ MLA PWD ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, KSRTC ജനറൽ മാനേജർ ജോഷുവ, ആർക്കിടെക്ട് സൂര്യനാരായണൻ, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജുള, KSRTC ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ മാലിന്യ സംസ്കരണ വിഷയത്തിൽ AM ആരിഫ് MP തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കേരള പ്രദേശ് സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് ഓണേഴ്സ് മസ്ദൂർ സംഘ്. ആലപ്പുഴയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തായിരുന്നു സംഘടനാ ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സജ്ജമാണെന്ന AM ആരിഫ് MPയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്നായിരുന്നു KPCMS ഭാരവാഹികളുടെ ആരോപണം. കഴിഞ്ഞ എൻവയറമെന്റൽ എഞ്ചിനീയർ ഒരു ബിജു ബി സാർ ഉണ്ടായിരുന്നു. ഒരു 100% പക്കായ ഒരു മനുഷ്യൻ. ഇവിടെ ഒരു പ്ലാന്റ് വരണമെന്നും ഒരു തുള്ളി മാലിന്യം പുറത്തു പോരുമെന്നും ആഗ്രഹിച്ചൊരു മനുഷ്യൻ. പുള്ളി നേരത്തെ നമ്മളെ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് വന്ന പൊല്യൂഷനോ കാര്യങ്ങളോ ഒരു സംവിധാനങ്ങളും നമുക്ക് ഏർപ്പെടുത്തുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം
നമ്മുടെ കൂട്ടത്തിലെന്ന് പറയാൻ പറ്റില്ല. അതേ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാമൂഹ്യ ദ്രോഹി കാണിച്ച തെറ്റിൻ്റെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ആരിഫ് എം പി ഒരു പ്രതികരണം, നമ്മളുടെ എം പി ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് നടത്തിയെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്ലാന്റ് സംവിധാനം ഞങ്ങൾ ഇറക്കി കൊടുത്തിട്ട് പോലും ആ സംവിധാനത്തെ ആശ്രയിക്കാതെ മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്ന ഒരു മാഫിയായിട്ടാണ് നമ്മളെ അതിൻ്റെ അകത്ത് കണ്ടത്. അത് സത്യവിരുദ്ധമാണ്. നമ്മളുടെ എം പിയാണ് മറ്റുമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്. ആ എം പി പറഞ്ഞ നുണകൾ ഇവിടെ പ്ലാന്റ് സംവിധാനമുണ്ട് എന്നാണ് പറഞ്ഞു തന്നത്. പക്ഷേ ആ എം പിയോട് നമ്മൾ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ ചോദിക്കുന്നു, എവിടെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക് കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് എന്നുള്ളത് എം പി കാണിച്ചു തന്നാൽ കൊള്ളാം. അതും വെറും പച്ച കള്ളമാണ് പറഞ്ഞത്. ആലപ്പുഴയിൽ ഒരിടത്തും മാലിന്യ സംസ്കരണത്തിന് പ്ലാന്റ് നിർമ്മിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ഇതിനായി നീക്കിവച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താനായിട്ടില്ലെന്നും KPCMS ഭാരവാഹികൾ പറഞ്ഞു. തണ്ണീർമുക്കത്ത് ഒരു പ്ലാന്റ് നിർമ്മിച്ചെങ്കിലും കമ്മീഷൻ ചെയ്യാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. ടൂറിസം മേഖലയുടെ വികസനത്തിനായി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മാലിന്യ സംസ്കരണത്തിനായി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. 6 ബ്ലോക്കിലെ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാവാതെ കിടക്കുന്നു. വട്ടക്കായലിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗപ്പെടുത്താനുമായിട്ടില്ല. ഇതിലെ നിർമ്മാണ പിഴവിനെതിരെ ഒരു നടപടി പോലും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൗസ് ബോട്ടുകാരിൽ നിന്നും പിഴയായി ഈടാക്കിയ 1,60,00,000 രൂപ പ്ലാന്റ് നിർമ്മിക്കാനായി മാറ്റിവെച്ചെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കോട്ടയം കുമരകത്ത് പോയാണ് ഹൗസ് ബോട്ടുകാർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജില്ലയിലെ ഒരു പഞ്ചായത്തും മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കിയിട്ടില്ലെന്ന് KPCMS ഭാരവാഹികൾ പറഞ്ഞു. പ്രശ്നത്തിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സെക്രട്ടറി റെനീഷ് മോൻ UP, ജ്യോതിഷ്, പ്രദീപ് മാവേലിക്കര, ബിപിൻ ദാസ് എന്നിവർ പങ്കെടുത്തു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ചങ്ങനാശ്ശേരി നഗരസഭയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. മെയ് 17, 18, 19 തീയതികളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനം. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. കൗൺസിൽ അംഗങ്ങളായ കൃഷ്ണകുമാരി രാജശേഖരൻ, PA നിസാർ, എൽസമ്മ ജോബ്, പ്രിയ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് 17, 18 തീയതികളിൽ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരണം. മെയ് 18 നഗരസഭാതല ശുചീകരണ പരിപാടികൾ തുടങ്ങും. മെയ് 19 വാർഡ് തല ശുചീകരണ പ്രവർത്തനം നടത്തണം. മെയ് 17, 18, 19 തീയതികളിൽ ഡ്രൈ ഡേ ആയി ആചരിക്കും. 14 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ നിലപാടിൽ അയവ് വരുത്തിയതോടെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരം അവസാനിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനടക്കം മന്ത്രി KB ഗണേഷ് കുമാർ നിലപാടിൽ അയവ് വരുത്തിയതോടെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരം അവസാനിച്ചത്. ആദ്യം റോഡ് ടെസ്റ്റും പിന്നീട് H എന്ന പരിഷ്കാരം പിൻവലിച്ച് പഴയ രീതിയിലാക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളിലും ഇളവ് വരുത്തി. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപരിധി 15 എന്നത് 18 ആക്കിയും ഉയർത്തി. സമരത്തെ തുടർന്ന് ടെസ്റ്റ് നടക്കാതെ ലേണേഴ്സ് കാലാവധി കഴിഞ്ഞവർക്ക് സമയപരിധി നീട്ടി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഇടങ്ങളിലെ വളർത്തുപക്ഷികളെ മെയ് 18 ശനിയാഴ്ച കള്ളിങ്ങിന് വിധേയമാക്കും. പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെയാണ് കൊന്നെടുക്കുന്നത്.
തലവടി പഞ്ചായത്ത് 13-ാം വാർഡ്, തഴക്കര പഞ്ചായത്ത് 11-ാം വാർഡ്, ചമ്പക്കുളം പഞ്ചായത്ത് 3-ാം വാർഡ് എന്നിവിടങ്ങളിലാണ് പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇവിടെയുള്ള 12,678 വളർത്തുപക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കുന്നത്. തഴക്കര 8,304, തലവടി 4,074, ചമ്പക്കുളം 300 എന്നിങ്ങനെയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കുന്ന വളർത്തുപക്ഷികളുടെ എണ്ണം. ഈ വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കേണ്ടത് ജൂൺ മാസം 22-നാണ്. അതായത് മിഥുനമാസത്തിലെ മൂലം നാളിൽ. ദിവസങ്ങൾ അടുത്തിരിക്കെ ജലോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ആകാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. കേരളത്തിൽ ജലോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പൈതൃകം നിലനിർത്തുന്ന വലിയ ഒരു ജലമാമാങ്കമാണ് ചമ്പക്കുളം വള്ളംകളി. ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകളെ ഇരു കരകളാക്കി പമ്പയുടെ ഓളപ്പരപ്പിലാണ് മൂലം ജലോത്സവം. കുട്ടനാട്ടുകാരെ ഒന്നാകെയും ജലോത്സവ പ്രേമികളെയും മിഥുനമാസത്തിലെ മൂലം നാളിൽ ഈ ആവശ്യക്കരകളിലേക്ക് എത്തിക്കും. വള്ളംകളിയുടെ മുന്നൊരുക്കങ്ങളാകട്ടെ 3 മാസങ്ങൾക്ക് മുമ്പെങ്കിലും ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഇക്കുറി വെറും 35 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ജലോത്സവത്തിനായുള്ള ആലോചനാ യോഗങ്ങൾ പോലും ആരംഭിക്കാത്തതിലാണ് പ്രതിഷേധം ഉയരുന്നത്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്ന് മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതും കോൺഗ്രസ് നേതാവും വള്ളംകളി പ്രേമിയുമായ PR സലിംകുമാർ ആവശ്യപ്പെടുന്നു. നമ്മുടെ ജലോത്സവം ആരംഭിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. ആ ചമ്പക്കുളം മൂലം വള്ളംകളി ജൂൺ 22-നാം തീയതി വള്ളംകളി. മൂലം നാളിന് ശനിയാഴ്ച ദിവസമാണ് ഇപ്പോൾ നടക്കുന്നത്. 2024 വള്ളംകളി നടക്കുന്നത്. ഇതുവരെയായിട്ടും ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ യോഗങ്ങൾ കൂടാനോ ഇതുവരെയായിട്ടും മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളും അറിയിക്കുന്നില്ല. ചമ്പക്കുളം മൂലം വള്ളംകളി അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ ഭഗവാനെ കൊണ്ടുവന്നൊരു വള്ളംകളിയാണ് ഐതിഹ്യമായിട്ട് നടക്കുന്നത്. ആ വള്ളംകളിക്ക് RDO ചെയർമാനും തഹസിൽദാർ കൺവീനറും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൂടിയാണ് കളിക്കുന്നത്. അപ്പം ഈ ദിവസങ്ങൾ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളുള്ളൂ ചമ്പക്കുളം വള്ളംകളിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. ഈ വള്ളംകളി നടത്തുന്നത് വെച്ചാൽ ജനങ്ങളുടെ നിന്ന് പിരിച്ചാണ് ചമ്പക്കുളം വള്ളംകളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ നിന്ന് പിരിവ് നടത്തി ചമ്പക്കുളം പഞ്ചായത്തും നെടുമുടി പഞ്ചായത്തും ആകെ 12-15 പഞ്ചായത്തുണ്ട്. ഈ പഞ്ചായത്തെല്ലാം കൂടെ കൂടിയാണ് ഈ വള്ളംകളി ജനങ്ങളുടെ നിന്ന് പിരിച്ചാണ് നടക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പണം തുച്ഛമായ പണം കിട്ടുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലോത്സവമാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ആ വള്ളംകളി നടത്തിപ്പിന് വേണ്ടി മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം യോഗം വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം യോഗം വെച്ച് 2023 മാർച്ച് 27-ാം തീയതി യോഗം വിളിച്ചു. അപ്പം ജൂലൈ 1 വള്ളംകളി. അപ്പോൾ ഇത്ര ദിവസങ്ങൾ അടുത്തിട്ടും ഈ വള്ളംകളിയെപ്പറ്റി ഒരു രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ആരും ആവശ്യപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് യോഗം ചേരാത്തതെന്ന് അധികൃതർ അറിയിച്ചതായി സലീംകുമാർ പറയുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമാകുമോ എന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. വോട്ടെണ്ണിക്കഴിഞ്ഞ് ജൂൺ 5-ന് യോഗം ചേർന്നാൽ വെറും 17 ദിവസം കൊണ്ട് വള്ളംകളിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. മുട്ടാർ പഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികത്തിന്റെ ഭാഗമായി 6-ാം വാർഡിൽ എന്നിടം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. സെക്രട്ടറി ബിനു ഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ CDS ചെയർപേഴ്സൺ ജയ സത്യൻ അധ്യക്ഷയായിരുന്നു. 6-ാം വാർഡ് മെമ്പർ MO ലതീഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി നൌഫൽ, CDS മെമ്പർമാർ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നിടം എന്ന പരിപാടി നടപ്പിലാക്കുന്നത്. 13 വാർഡുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് CDS ചെയർപേഴ്സൺ അറിയിച്ചു. യോഗത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുറിച്ചി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും ചങ്ങനാശ്ശേരി പൗരവേദിയുടെ ആഭിമുഖ്യത്തിൽ അവാർഡുകൾ നൽകി. നിറവ് 2024 എന്ന പേരിലായിരുന്നു പരിപാടി. അവാർഡ് ദാന ചടങ്ങ് കുറിച്ചി അദ്വൈത വിദ്യാശ്രമം ഡയറക്ടർ സ്വാമി വിശാലാനന്ദ ഉദ്ഘാടനം ചെയ്തു. പൗരവേദി പ്രസിഡന്റ് VJ ലാലിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ സെബിൻ S കൊട്ടാരം, CD വത്സപ്പൻ, TS സലീം, അരുൺ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച 58 കുട്ടികളെയാണ് മൊമന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചത്. 100% വിജയം നേടിയ കുറിച്ചി AV ഹയർ സെക്കൻഡറി സ്കൂൾ, ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂൾ, മന്ദിരം സെന്റ് മേരി മഗ്ദലനാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രധാന അധ്യാപകർ ട്രോഫിയും പൊന്നാടയും ഏറ്റുവാങ്ങി. പുളങ്കുന്ന് ഫെറോന മാതൃപിതൃവേദിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട 15ാമത് കണ്ണാടി റീത്ത പുണ്യവതി തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. കുട്ടനാട്ടിലെ 16ഓളം ഇടവകയിലെ വിശ്വാസികളാണ് റാലിയായി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയത്. പുളിങ്കുന്ന് ഫൊറോനയിലെ 16 ഇടവകകളിൽ നിന്നായി വിശ്വാസികൾ റാലിയായി പുളിങ്കുന്ന് വലിയ പള്ളിയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും കണ്ണാടി സെന്റ് റീത്താസ് ദേവാലയത്തിലേക്ക് തീർത്ഥാടന റാലി ആരംഭിച്ചു. ഫൊറോന വികാരി ഫാദർ ടോം പുത്തങ്കളം, ഫൊറോന പ്രസിഡന്റുമാരായ ജോബ് K മാത്യു, ബിന്ദു തോമസ് എന്നിവർക്ക് പതാക കൈമാറി. കണ്ണാടി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട്
ആമുഖത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷം. കാരണം കണ്ണാടിക്കാരനാണ് ഞാൻ. കണ്ണാടി പള്ളിയും റീത്ത പുണ്യവതിയും ഒക്കെയാണ് എൻ്റെ ആദ്യത്തെ ജനിച്ച നാൾ മുതലുള്ള ആത്മബന്ധം. അവിടെയാണ് വളർന്നത്, അവിടെ ജനിച്ചത്, അവിടെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ പുളുങ്കുന്ന് പള്ളിയിൽ നിന്നും കണ്ണാടി പള്ളിയിലേക്കുള്ള ഈ തീർത്ഥാടനം എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഫൊറോന മാതൃവേദി പിതൃവേദി പ്രസിഡന്റുമാർക്ക് ഫ്ലാഗുകൾ കൈമാറിക്കൊണ്ട് നമ്മൾ തീർത്ഥാടകർ സെന്റ് റീത്താസ് പള്ളിയിൽ സംഗമിച്ചപ്പോൾ ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സമൂഹ ബലി അർപ്പിച്ചു. ബലിമധ്യേ ശംഷാബാദ് രൂപതാ സഹായമെത്രാൻമാർ തോമസ് പാടിയാത്ത് വചന സന്ദേശം നൽകി. സ്നേഹമുള്ളവരെ, നിങ്ങൾ തീർത്ഥാടനമായിട്ട് നടന്ന് വന്നപ്പോഴാണ് ഞാനും ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. നിങ്ങളെ കൊന്നു ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധാമ്മയുടെ സ്തുതിക്കായിട്ട് പ്രാർത്ഥിച്ചും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും എല്ലാമാണ് നിങ്ങൾ തീർത്ഥാടനമായി ഇവിടെ എത്തിയിരിക്കുക. നമ്മുടെ പുളുങ്കുന്ന് ഫൊറോനയിലെ 16 ദേവാലയങ്ങളിൽ നിന്നും ഇടവകകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ എല്ലാവരുമല്ല എങ്കിലും എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസി സമൂഹം ഇവിടെ നമുക്ക് ഉണ്ട്. അപ്പം അതെല്ലാം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. ഫൊറോന ഡയറക്ടർ ഫാദർ ടോം ആര്യങ്കാല, ആനിമേറ്റർ സിസ്റ്റർ ജിഷ ജെയിംസ് CMC, ബെന്നിച്ചൻ തുണ്ടിയിൽച്ചിറ, മറിയമ്മ റെന്നിച്ചൻ, ജോസഫ് കുട്ടി ചേന്നാട്ടുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6745 രൂപ, പവന് 53,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.